ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചൗവരിയുടെ വടയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ്റെ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ടിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി മറക്കരുത്. 250 ml കപ്പിനകത്ത് 1 കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട്. ഇതൊരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. ഇത് കഴുകിയതിന് ശേഷം ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം. നല്ല വെള്ളം ഒഴിച്ച് വെക്കണം. ഏകദേശം നഖയ്ക്ക് ഒഴിച്ച് മേലെ ഒരു 1/2 ഇഞ്ച് വെള്ളം നിൽക്കുന്ന രീതിയിൽ നല്ല വെള്ളം ഒഴിക്കുക. ഇതാ ഈ ഒരളവിൽ ഒരു 5 മണിക്കൂർ നേരത്തേന് കുതിരാൻ വേണ്ടി മൂടി മാറ്റി വെക്കാം. കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1 കപ്പ് നിലക്കടലയാണ്. നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്ത് വെക്കാം. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണെങ്കിൽ പോലും ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് 5 മണിക്കൂറിന് ശേഷം നന്നായിട്ട് ഇത് കുതിർന്നിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളമില്ല, ബൗളിൽ പോലും വെള്ളമയമേ ഇല്ല, ഒട്ടുമില്ല. എല്ലാം അത് വലിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ കിട്ടണം. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. വളരെ ചെറുതായിട്ട് കനം കുറഞ്ഞരിഞ്ഞ പച്ചമുളക് നിങ്ങളുടെ എരിക്ക് ആവശ്യത്തിന് ഇടുക. അതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി, ഒരു മീഡിയം സൈസ് സവാള, അതും പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി തണുക്കാൻ വേണ്ടി നിലക്കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക. ഒരുപാട് പൊടിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് തരിതരിപ്പായിട്ട് കിട്ടിയാൽ മതി. ഏകദേശം ഒരു 1 കപ്പോളം ചേർക്കാവുന്നതാണ്. ഇനി ആദ്യം കുറച്ച് കടലമാവ് ചേർക്കുക. ഏകദേശം ഇപ്പം 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഒരു 1/2 കപ്പോളം കടലമാവ് വീണ്ടും ചേർക്കുന്നുണ്ട്. പിന്നെ തൊട്ടും വെള്ളം ഒഴിക്കരുത്, വെള്ളമയം ഇതിനകത്ത് ധാരാളം ഉണ്ട്, കറക്റ്റിനുള്ള അളവിലുണ്ട്. ഇനി സ്പൂൺ വെച്ച് ഇളക്കാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് കറിവേപ്പിലയും അല്ലെങ്കിൽ മല്ലിയിലയായാലും മതി. കറിവേപ്പിലയാണെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിടുക. കൈ വെച്ച് തന്നെ ഇളക്കുക. സ്പൂൺ വെച്ച് ഇളക്കാൻ ഭയങ്കര ടൈറ്റായിരിക്കും. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി വടയുടെ പരുവത്തിൽ ഉരുട്ടിയിട്ട് ലൈറ്റായിട്ട് പരത്തിയെടുക്കുക. കനം കുറഞ്ഞ് തന്നെ ഇരിക്കണം. സെൻറ്റർ ഭാഗമെല്ലാം വീർത്ത് കനത്തിലിരിക്കരുത്, ഒരേ അളവിൽ പരത്തിയെടുക്കുക. ഒരു 5-6 ഉരുട്ടിയെടുക്കുമ്പോഴത്തേന് കൈ ഒട്ടുന്ന പോലെ തോന്നും. ഒന്ന് കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തുടച്ച് പരത്തി ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതിയേ. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരേ അളവിൽ ഒരേ കനത്തിൽ പരത്തിയെടുക്കുക. ഒരേ അളവിൽ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 16 എണ്ണോളം ഈ ഒരു അളവിന് കിട്ടിയിട്ടുണ്ട്. ആദ്യമേ പരത്തി എല്ലാം ഉരുട്ടി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാൻ തുടങ്ങും. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. ഓരോന്നായിട്ട് പെറുക്കിയിടുക. ചൂട് പെട്ടെന്ന് കുറയ്ക്കരുത്. അതേ ചൂടിൽ തന്നെ ഒരു 2 മിനിറ്റോളം അങ്ങനെ ഇടുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് വറുത്തെടുക്കണേ. ഒരു 2 മിനിറ്റ് നേരത്തെ ഇത് ടച്ച് ചെയ്യരുത്, തവി വെച്ച് ഇളക്കി വിടരുത്. 2 മിനിറ്റിന് ശേഷം ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് അനക്കി വിടുക. ഇത് പരസ്പരം ഒട്ടത്തും എണ്ണയൊക്കെ കുടിക്കത്തൊന്നുമില്ല, എണ്ണയിൽ കലങ്ങത്തും ഇല്ല, നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണേ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി സോസ് ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു കോമ്പിനേഷനാണ് തേങ്ങാ ചട്നി. നമ്മുടെ സാധാരണ ദോശയ്ക്ക് ഇഡലിക്കും ഒക്കെ തേങ്ങാ ചട്നി അരയ്ക്കത്തില്ലേ, അത് കുറച്ച് കട്ടിക്ക് അരച്ചെടുക്കുക. കടുവൊന്നും താളിക്കാതെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ. ഇല്ലെങ്കിൽ ഗ്രീൻ ചട്നിയാണ്, നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ സമയമില്ലാത്തവർ അറ്റ്ലീസ്റ്റ് ആ ലൈക്ക് ബട്ടണെങ്കിലും ഒന്ന് പ്രസ് ചെയ്തിട്ടേ പോകാവേ. താങ്ക് യു ഫോർ വാച്ചിങ്.